ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഡോക്ടർ റൂമിലേക്ക് എത്തി പറഞ്ഞ വാർത്ത കേട്ടതോടെ കമലമ്മയും ദയാനന്ദ മാഷും സന്ദീപും വളരെയേറെ സന്തോഷിക്കുന്നു. ആതിര ആശ്വാസത്തോടെ തന്റെ കുഞ്ഞിനെ നോക്കുന്നു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇങ്ങനെ ഒരു സിസേറിയന്റെ ആവശ്യമില്ല. ഇത് വലിയൊരു മിറാക്കിൾ തന്നെയാണ്. ദൈവാധീനം ഏറെയുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിച്ചത്. കുട്ടിയുടെ പൊസിഷൻ എന്തായാലും ഇപ്പൊ നേരെയായിട്ടുണ്ട്. ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു സിസേറിയന്റെ ആവശ്യകതയില്ല. എന്തായാലും 3-4 ദിവസം കൂടി നമുക്ക് നോക്കാം. നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ സംഭവിച്ചേക്കും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം സിസേറിയനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. എന്നാൽ ഇനി ഇക്കാര്യം ഓർത്ത് നിങ്ങളാരും ടെൻഷൻ ആവേണ്ടതില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുമ്പോൾ ആ സന്തോഷ വാർത്ത കേട്ട് കമലമ്മയും ദയാനന്ദ മാഷും സന്ദീപും ആശ്വാസത്തോടെ പരസ്പരം നോക്കി. അപ്പോഴാണ് സന്ദീപിന്റെ ഫോൺ റിങ് ചെയ്തത്. വേഗം ഫോൺ എടുത്ത് അനഘ എന്ന് സന്ദീപ് സംസാരിക്കുന്നത് കേട്ടതോടെ എല്ലാവരും വല്ലാത്ത ടെൻഷനോടെ സന്ദീപിനെ നോക്കി. പെട്ടെന്ന് സന്ദീപിന്റെ മുഖത്ത് തെളിഞ്ഞ ആ ചിരി കണ്ടതോടെ വലിയ സന്തോഷത്തിലായി എല്ലാവരും. താങ്ക് യു അനഹെ, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് സന്ദീപ് ഫോൺ വെച്ച് എന്നിട്ട് എല്ലാവരോടുമായി സന്ദീപ് പറഞ്ഞു, അർച്ചനയിടത്തി ശശിയേട്ടനെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നു. അത് മാത്രമല്ല, ധനുഷും സ്നേഹയുമായിട്ടുള്ള വിവാഹവും മുടങ്ങുകയും ചെയ്തു എന്ന് അറിയിച്ചു. അത് കേട്ടതോടെ വളരെ ആശ്വാസത്തോടെ കമലമ്മ തന്നെ നെഞ്ചത്തെ കൈവച്ച് സന്തോഷത്തോടെ നിന്നതും ഉടനെ സന്ദീപ് പറഞ്ഞു, ഞാൻ എന്തായാലും അനഘയെ വിളിച്ച് കൂടുതൽ കാര്യങ്ങളൊന്ന് ചോദിക്കട്ടെ, വിശദമായി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു സന്ദീപ് ഫോണുമായി പോകുമ്പോ ആതിരയും അച്ഛനുമൊക്കെ ആശ്വാസത്തോടെ പരസ്പരം നോക്കിയപ്പോ കമലമ്മ പറഞ്ഞു, ദൈവം കാത്തു, എന്തായാലും ആ ഒരു വിഷമം മാറിയല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, എനിക്കറിയായിരുന്നു അച്ചുചേച്ചി തീർച്ചയായിട്ടും സച്ചേട്ടനെ രക്ഷിക്കുമെന്നും ഈ വിവാഹം അച്ചുചേച്ചി മുടക്കുമെന്നും. അത് കേട്ടതോടെ കമലമ്മ ആകെ വിഷമത്തോടെ പറഞ്ഞു, എന്നാലും വിവാഹം എങ്ങനെയാണോ കൊച്ചു മുടക്കിയത്, അച്ചുവിന് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തതിന്റെ പേരിൽ അവളെ ഇനി എല്ലാവരും കുറ്റപ്പെടുത്തുവോ, അതോ നല്ലതാണ് അവൾ ചെയ്തതെന്ന് നമുക്കറിയാം, പക്ഷേ നല്ലതിനു വേണ്ടി ചെയ്തിട്ട് അവള് മറ്റുള്ളവരെല്ലാവരും ശത്രുവായി കാണുമോ എന്നാണ് എന്റെ ആശങ്ക എന്ന് പറഞ്ഞപ്പോ അത് കേട്ട ദയാനന്ദ മാഷ് പറഞ്ഞു, അങ്ങനെയൊന്നും ഒരിക്കലും വരില്ല. സേതുവിനറിയാം നമ്മുടെ മകള് ചെയ്തത് നല്ലതാണെന്ന്. അവൾ ചെയ്ത നല്ല കാര്യങ്ങൾ ചെയ്ത് ഉൾക്കൊള്ളുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ആതിര പറഞ്ഞു, അച്ചുവേച്ചി എല്ലാവരോടും എത്ര തവണ പറഞ്ഞാണ് ഈ വിവാഹം നടത്തരുത് എന്ന്, എന്നിട്ട് ആരെങ്കിലും അത് കേൾക്കാൻ തയ്യാറായോ? എത്ര തവണ അച്ചുവേച്ചിയും സന്ദീപും ശശിയേട്ടനും ചേർന്ന് എല്ലാവരോടും കാല് പിടിക്കും വണ്ണം പറഞ്ഞു എന്ന് ചോദിച്ചതും കമലമ്മ പറഞ്ഞു, അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും മോളെ. പലപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിൽ അത്രത്തോളം വിശ്വാസം നേടിയെടുക്കും. എത്രയൊക്കെ സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞാലും അത് ചിലപ്പോൾ ചെവിക്കൊള്ളാൻ മറ്റുള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല. ചിലർ അതിനെ അവിശ്വസിക്കുകയും ചെയ്തേക്കും. അതാണ് എപ്പോഴും സംഭവിക്കാറുള്ളത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് എന്ന് ദയാനന്ദ മാഷും കമലമ്മയും കൂടി ആതിരയെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. എന്തായാലും എല്ലാം മംഗളകരമായാൽ മതിയായിരുന്നു എന്ന് അവർ ആശ്വസിപ്പിക്കുമ്പോൾ വീട്ടിലേക്ക് തിരികെ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയ ആകെ വിഷമത്തിൽ സങ്കടത്തോടെ സ്നേഹവേഗം റൂമിലേക്ക് കയറി വാതിലടച്ചു. ആകെ സങ്കടത്തോടെ റൂമിൽ കിടന്ന് പൊട്ടിക്കരയുന്നത് കേട്ട് നന്ദനും മറ്റുള്ള എല്ലാവരും വാതിൽ വന്ന് തട്ടി വിളിച്ചു, മോളെ മോളെ സ്നേഹേ, നീ വാതിൽ തുറക്ക, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുമ്പോ അവിടേക്ക് അർച്ചനയും ശശിയും വന്നെത്തി. മോളെ സ്നേഹേ, നീ വാതിൽ തുറന്നേ എന്ന് പറഞ്ഞ് അർച്ചനയും വിളിച്ചു. സച്ചിയും അപ്പോഴേക്കും ആകെ ടെൻഷനോടെ, മോളെ സ്നേഹേ, നിന്നെ വിളിക്കുന്നത് കേട്ടില്ലേ, നീ ഒന്ന് വാതിൽ തുറന്നേ എന്ന് പറഞ്ഞ് എല്ലാവരും മാറി മാറി വിളിക്കുന്നു. സച്ചിയേട്ടാ, അവൾ വാതിൽ തുറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആശങ്കയോടെ അർച്ചന സച്ചിയോട് സംസാരിക്കുമ്പോ ഇത് കേട്ട സ്നേഹ വേഗം വന്ന് വാതിൽ തുറന്നു. എല്ലാവരും ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ആരും പേടിക്കണ്ട, ഞാൻ ചാകത്തൊന്നുമില്ല. എനിക്ക് അല്പനേരം ഒന്ന് സമാധാനത്തോടു കൂടി ഇരിക്കണം. എനിക്ക് സമാധാനം തരാൻ കഴിയുമോ നിങ്ങൾക്ക് എല്ലാവർക്കും? എനിക്കൊന്ന് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞ് സ്നേഹ ബഹളം വെച്ചു. അത് കേട്ടതോടെ എല്ലാവരും ആകെ വിഷമത്തിൽ ഇങ്ങനെ നോക്കുമ്പോ ഉടനെ നന്ദൻ പറഞ്ഞു, മോളെ എനിക്കറിയാം നിനക്ക് ഞങ്ങളോടെല്ലാം ദേഷ്യമാണെന്ന്, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുമ്പോ അത് കേട്ട സ്നേഹ ചോദിച്ചു, എന്ത് പരിഹാരം ഉണ്ടാക്കാമെന്നാ ഏട്ടൻ പറയുന്നത്? ഇപ്പോ ഉണ്ടായ ഈ പ്രശ്നത്തിന് എങ്ങനെ ഏട്ടൻ പരിഹാരം ഉണ്ടാക്കുന്നത്? ഒരു ക്രിമിനലിന് എന്റെ മനസ്സ് കൊടുത്ത ആ വിഷമം, അതിന് എന്ത് പരിഹാരം ഏട്ടൻ കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുമ്പോ ഉടനെ സ്നേഹയുടെ ആ സങ്കടത്തോടുള്ള ചോദ്യം കേട്ട് അർച്ചന സ്നേഹയെ വിളിച്ചു. മോളെ, അത് കേട്ടതും എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്ക് നിങ്ങളോട് ആരോടും ദേഷ്യമോ പരിഭവവുമില്ല. എനിക്ക് ദേഷ്യമോ പരിഭവമോ വെറുപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തന്നെയാ എന്ന് പറഞ്ഞ് സ്നേഹ വല്ലാത്ത സങ്കടത്തോടെ എല്ലാവരോടും എനിക്ക് അല്പനേരം തനിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം റൂമിലേക്ക് കയറി പോകുന്നു. എന്നെ ഒന്ന് വെറുതെ വിട്, കുറച്ചു നേരത്തേക്കെങ്കിലും പ്ലീസ് എന്ന് പറഞ്ഞ് വേഗം അകത്ത് കയറി സ്നേഹ വാതിലടച്ചു.
സ്നേഹയുടെ ആ സങ്കടത്തോടെയുള്ള വാക്കുകൾ കേട്ടതോടെ എല്ലാവരും ആകെ വിഷമത്തോടെ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അപ്പോഴേക്കും സച്ചിയും അനഘയും സേതുമാധവനും നന്ദനുമെല്ലാം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവിടെ തനിച്ചായി അവന്തികയും അർച്ചനയും. ആ സമയത്ത് അർച്ചന നേരെ അവന്തികയുടെ അരികിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, അതെ, ഇന്ന് ധനുഷിനോടൊപ്പം നിങ്ങളെയും പോലീസ് പിടിച്ചുകൊണ്ട് പോകേണ്ടതായിരുന്നു. നിങ്ങളും ഇതിനെല്ലാം കൂട്ടുനിന്നതാണെന്ന് എനിക്കറിയാം. എന്റെ സച്ചിയേട്ടനെ കൊണ്ടുപോയതുപോലെ എന്റെ സച്ചിയേട്ടനെ തട്ടിക്കൊണ്ടുപോയതും നന്ദേട്ടനെ നിങ്ങൾ കൊണ്ടുപോയി പൂട്ടിയിട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ എല്ലാവർക്കും മുന്നിൽ ഞാൻ വിളിച്ചു പറയുന്ന ഒരു നാൾ വരും. ഇന്ന് ധനുഷിന് കിട്ടിയതുപോലെ കൂട്ടുപ്രതി എന്നുള്ള ഒരു പേരല്ല നിങ്ങൾക്കുണ്ടാകേണ്ടത്. മറിച്ച് നിങ്ങൾ ഈ കുടുംബത്തോട് കാണിച്ച എല്ലാ ദ്രോഹവും വിളിച്ചു പറഞ്ഞ് അന്ന് ഇതേ അവസ്ഥയിൽ തന്നെ നിങ്ങളെ ഞാൻ ജയിലിലേക്ക് അയച്ചിരിക്കും. അന്ന് ആദ്യ ശിക്ഷ നിങ്ങൾക്ക് വിധിക്കാൻ പോകുന്നത് ഈ വീട്ടിലുള്ളവരെല്ലാവരും ചേർന്നിട്ടായിരിക്കും. നോക്കിയിരുന്നോ നിങ്ങൾ എന്ന് പറഞ്ഞ് അർച്ചന അവന്തിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സ്നേഹ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് വേദനയോടെ ആ ബെഡിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്നു. തന്റെ ജീവിതം ഈ അവസ്ഥയിലായതിനെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമ്പോ സേതുമാധവൻ ഹാളിലേക്ക് തിരിച്ചു വന്ന് അവിടെ വിഷമത്തോടെ ഇരിക്കുന്ന നേരത്ത് നന്ദനോട് സേതുമാധവൻ ചോദിച്ചു, നന്ദ, നിന്നോട് ഞാൻ എപ്പോഴും ചോദിച്ചതല്ലായിരുന്നോ ഈ വിവാഹത്തെ കുറിച്ച്? അപ്പോ നീ എന്താ പറഞ്ഞത്? എല്ലാം ധനുഷിനെ വിശ്വസിക്കാമെന്നും ധനുഷ് നല്ലവനാണെന്നും അല്ലെ? എന്നിട്ടോ അവന്റെ അച്ഛനമ്മമാർ പോലും ഇതുപോലെ വേഷം കെട്ടി വന്നതാണെന്നുള്ള കാര്യം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ നന്ദ. നീ പിന്നെ എന്താ അന്വേഷിച്ചെന്ന് പറഞ്ഞത് എന്ന്? നീ നിന്റെ സഹോദരിക്ക് വേണ്ടി, നിന്റെ ഇളയ പെങ്ങൾക്ക് വേണ്ടി നീ കണ്ടെത്തിക്കൊണ്ടു വന്നവനെ ഇങ്ങനെ ഒരുത്തനാണെന്ന് പോലും നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. അല്ലെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പൂർണ്ണമായിട്ടുള്ള തെറ്റും നിന്റെ ഭാഗത്തല്ല, എന്റെ ഭാഗത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഞാനും നിന്റെ ഒപ്പം എടുത്തു ചാടാൻ തയ്യാറായി. എത്ര തവണ അർച്ചനയും സച്ചിയും സന്ദീപും വന്ന് നമ്മളോട് അവൻ ശരിയല്ല എന്നും അവനെ വിശ്വസിക്കരുതെന്നും പറഞ്ഞതാണ്. പക്ഷെ അവരുടെ വാക്കുകൾ കേൾക്കാനോ അവരെ വിശ്വസിക്കാനോ തയ്യാറാകാതെ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്ത് മുന്നോട്ട് നീങ്ങാനല്ലേ നമുക്ക് തോന്നിയത്. ഇന്ന് കൃത്യസമയത്ത് അർച്ചനയ്ക്ക് സച്ചിയുമായിട്ട് അവിടേക്ക് വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് സംഭവിക്കുമായിരുന്നത്? ഇതാണോ നന്ദ നീ നിന്റെ പെങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയതെന്ന് ചോദിച്ച് സേതുമാധവൻ നന്ദനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അർച്ചന എത്തി. അർച്ചന വരുന്നത് കണ്ടതോടെ സേതുമാധവൻ പറഞ്ഞു, മോളെ അർച്ചനയും സ്നേഹയെ വിളിച്ചിട്ട് അവൾ വാതിൽ തുറക്കുന്നില്ലല്ലേ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, ഞാൻ പിന്നെ സ്നേഹയെ വിളിച്ചില്ല അച്ഛാ. കുറച്ചു നേരത്തേക്ക് അവൾ തനിച്ചിരിക്കട്ടെ, അവളുടെ മനസ്സിന് അല്പം ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് പറഞ്ഞതും സേതുമാധവൻ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ഇവനോട് പറയുകയായിരുന്നു. കൃത്യസമയത്ത് അല്പസമയം മുമ്പെങ്കിലും മോളെ നീ സച്ചിയുമായിട്ട് എത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആ ധനുഷിനെ പോലെ ഒരുത്തൻ, അവനെ പോലെ ഒരുത്തന്റെ കൂടെ എന്റെ മകൾക്ക് ജീവിക്കേണ്ടി വരില്ലായിരുന്നോ? അങ്ങനെ ജീവിതം മുന്നോട്ട് വരുന്നേണ്ടി വരുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ച് സേതുമാധവൻ സങ്കടപ്പെടുമ്പോൾ അർച്ചന പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛാ. ദൈവം നമ്മളെ കൈവിടില്ല. അച്ഛൻ നന്ദേട്ടനെ വെറുതെ കുറ്റം പറയരുത്. നന്ദേട്ടനും ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും നന്ദേട്ടന്റെ കാര്യങ്ങൾ അറിയാമായിരുന്നില്ലല്ലോ. അതുപോലെ നന്ദേട്ടനെ അവൻ വിശ്വസിപ്പിക്കുകയല്ലേ ചെയ്തത്. ഞങ്ങളെല്ലാവരും അവനെതിരായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്നിട്ട് പോലും അതിൽ നിന്ന് അവൻ നിങ്ങളെയെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങളെ കുറ്റക്കാരാക്കി മാറ്റാനല്ലേ അവൻ ശ്രമിച്ചത്. പല ആവർത്തി നന്ദേട്ടനോടും ഞാൻ സത്യം പറഞ്ഞിട്ടും നന്ദേട്ടൻ അത് വിശ്വസിക്കാൻ തയ്യാറായില്ലല്ലോ. ഞങ്ങൾ തെളിവുകളായി വന്നിട്ട് പോലും അത് വിശ്വസിക്കാൻ ആരും കൂട്ടാക്കിയില്ലല്ലോ. എന്തായാലും നടന്നതെല്ലാം നല്ലതിനാണെന്ന് മാത്രം നമ്മൾക്ക് വിശ്വസിക്കാം. സ്നേഹയ്ക്ക് ഇപ്പോ സംഭവിച്ച കാര്യമോർത്ത് അവളുടെ ജീവിതം ഇനി എങ്ങനെയാകുമെന്ന് ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട. അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവളെ പതിയെ പതിയെ ആ പഴയ ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്നോളാം. അത് ഞാൻ അച്ഛന് തരുന്ന ഉറപ്പാണ്. അച്ഛൻ അക്കാര്യം ഓർത്ത് വിഷമിക്കരുത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് സേതുമാധവനോട് വീണ്ടും അർച്ചന പറഞ്ഞു, നന്ദേട്ടനെ അച്ഛൻ വെറുതെ ഇനി കുറ്റപ്പെടുത്തരുത് ഇക്കാര്യത്തിൽ. നന്ദേട്ടൻ ഇക്കാര്യത്തിൽ അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് അച്ഛൻ ഒരിക്കലും പറയരുതെന്ന് പറയുമ്പോൾ സേതുമാധവന്റെ മുന്നിലുള്ള നന്ദന് വേണ്ടിയുള്ള അർച്ചനയുടെ അപേക്ഷ കേട്ട് അവസാനം നന്ദനെ ന്യായീകരിച്ചുകൊണ്ട് അർച്ചന സംസാരിച്ചത് കൊണ്ട് നന്ദൻ ഒന്നും മിണ്ടാതെ നാണം കെട്ട് തലകുനിച്ച് അവിടെ നിന്ന് മടങ്ങി. നന്ദൻ പോയി കഴിയുമ്പോഴേക്കും അർച്ചന അരികിലേക്ക് എത്തി സേതുമാധവനോട് പറഞ്ഞു, അച്ഛാ, സ്നേഹയ്ക്ക് സംഭവിച്ച കാര്യമോർത്ത് അച്ഛൻ തളർന്നു പോകരുത് എന്ന് പറഞ്ഞതും സേതുമാധവൻ അർച്ചനയോട് പറഞ്ഞു, അച്ഛനെ, മോളെ, നീ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞതാണ്. എത്ര തവണ നീ അവനെ കുറിച്ച് എന്റെ അടുത്ത് വന്ന് ഈ വിവാഹം നടത്തണോ വേണ്ടയോ എന്ന് ചോദിച്ചതല്ലേ? ഇന്ന് രാവിലെ കൂടി ഞാൻ നന്ദനോട് ചോദിച്ചതാ ഈ വിവാഹം നടത്തണോ എന്ന്. അപ്പോഴും അവൻ ഈ വിവാഹം നടത്തണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടെത്തിയ തെളിവുകളൊന്നും എല്ലാം വിശ്വസിക്കാനോ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനോ ഇവിടെ ആരും ശ്രമിച്ചില്ല. അതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം.
സത്യത്തിൽ ഇതുപോലെയൊക്കെ സംഭവിച്ചത് എന്റെ കൂടി പിഴവാണ് മോളെ. നിന്നോട് ഞാൻ പലപ്പോഴും ക്ഷമ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള അവസരങ്ങൾ ഇതിനു മുൻപ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ നിന്റെ വാക്കുകൾ വിശ്വസിക്കാനോ അത് മുഖവിലക്കെടുക്കാനോ ഞാൻ തയ്യാറായില്ല. അത് എനിക്ക് പറ്റിയ തെറ്റാണ്. ഒരിക്കൽ കൂടി അച്ഛൻ മോളോട് മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇത് കേട്ട അർച്ചന ഉടനെ സേതുമാധവനോട് പറഞ്ഞു, ഏയ് അച്ഛ, അങ്ങനെ അച്ഛൻ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. സച്ചേട്ടനെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ആവശ്യവും എന്റെ ലക്ഷ്യവും. സച്ചേട്ടനെ രക്ഷിക്കാൻ പോയപ്പോ ഈശ്വരൻ എനിക്ക് തുണയായി എത്തി. അതുകൊണ്ട് മാത്രമാണ് സച്ചേട്ടനെ എനിക്ക് കൃത്യസമയത്ത് രക്ഷിക്കാനും ഈ വിവാഹത്തിന്റെ സത്യാവസ്ഥ ധനുഷിനെ പോലെയുള്ള ഒരു ക്രിമിനലിനെ കുറിച്ച് ഇവിടെ എല്ലാവരോടും പറയാനും എനിക്ക് കഴിഞ്ഞത് എന്ന് അർച്ചന പറയുമ്പോ സേതുമാധവൻ പറഞ്ഞു, എന്തായാലും സ്നേഹയുടെ വിവാഹം മുടങ്ങി. ഇവിടെ ഈ വീട്ടിൽ ഇതുവരെ ഇതുപോലെ വിവാഹം മുടങ്ങിയിട്ടുള്ളത് എത്ര തവണയാണെന്ന് നമുക്കറിയാമല്ലോ. എന്തായാലും മുഹൂർത്തത്തിന് വിവാഹം നടക്കാതെ പോയതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ വിവാഹം ഈശ്വരൻ ആഗ്രഹിച്ചതല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് ഇപ്പോഴും വന്നിട്ടുള്ള ദോഷങ്ങളൊന്നും തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്രയേറെ ദോഷപരിഹാരങ്ങൾ നടത്തിയിട്ടും ദോഷങ്ങളൊന്നും തീർന്നിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് സേതുമാധവൻ പറയുമ്പോൾ അർച്ചന പറഞ്ഞു, അച്ഛാ, ഇതുവരെ ഈ വീട്ടിൽ നടന്ന വിവാഹത്തെക്കുറിച്ച് അച്ഛൻ ഒന്നുകൂടി ആലോചിച്ചേ. ഇപ്പോഴും കുടുംബത്തിനുള്ള ദോഷം തീർന്നിട്ടില്ല എന്നതിനേക്കാൾ ഉപരി നടക്കാൻ പാടില്ലാത്ത വിവാഹങ്ങളല്ലേ അച്ഛാ ഈ വീട്ടിൽ വെച്ച് മുടങ്ങിയത്. ഒരിക്കലും ചേരാൻ പാടില്ലാത്തവരെ ചേർക്കാൻ നോക്കിയപ്പോഴല്ലേ നമുക്ക് പറ്റിയ തെറ്റല്ലേ അച്ഛാ? അതെല്ലാം തന്നെ നമ്മുടെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള വിവാഹം മുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടായതും. ആദ്യം സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം മുടങ്ങി, അതും അവരൊരിക്കലും ചേരാൻ പാടില്ലാത്തവരായിരുന്നത് കൊണ്ടല്ലേ. അതേ വെച്ച് നോക്കുമ്പോ ഇന്ന് ഉണ്ടായ വിവാഹം ഇങ്ങനെ മുടങ്ങിയതിന് പിന്നിലും ഒരിക്കലും നമ്മുടെ കുടുംബത്തിന്റെ ദോഷമാണെന്ന് പറയാൻ കഴിയില്ലല്ലോ അച്ഛാ. ഇത് മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൊണ്ടല്ലേ അച്ഛാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് അർച്ചന സേതുമാധവനോട് ചോദിക്കുന്നു. സേതുമാധവന്റെ അർച്ചനയുടെ ആ ചോദ്യത്തിൽ കഴമ്പുണ്ടെന്ന് സേതുമാധവനും അല്പനേരത്തേക്ക് ആലോചിച്ചു നിന്നു. പിന്നീട് സച്ചി റൂമിലേക്ക് എത്തി തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് ആകെ വിഷമത്തോടെ ഇരിക്കുകയും താൻ അവിടെ ആ ഗുണ്ടകളുടെ പിടിയിൽ അകപ്പെട്ട് എന്നേക്കുമായി തന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോ അർച്ചന തന്റെ അരികിലേക്ക് വന്ന കാര്യങ്ങൾ സച്ചി ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ അർച്ചന സച്ചിക്ക് അരികിലേക്ക് എത്തി. സച്ചിയേട്ടാ എന്ന് വിളിച്ചതും അർച്ചനയോട് സച്ചി പറഞ്ഞു, എടോ, ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഇന്ന് ഈ വീട്ടിൽ സംഭവിച്ചത് ഓരോന്നും താനില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ എന്താകുമായിരുന്നു? സത്യത്തിൽ തന്നെ ഈ കുടുംബത്തിന് കിട്ടിയതാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. താനില്ലായിരുന്നുവെങ്കിൽ ഇന്ന് സ്നേഹയുടെ ജീവിതം എന്താകുമായിരുന്നു? എന്റെ അവസ്ഥ, ഈ കുടുംബത്തിന്റെ അവസ്ഥ, ഇതെല്ലാം താൻ ഒറ്റയൊരാൾ കൊണ്ട് മാത്രമല്ലേ ഇങ്ങനെയെല്ലാം ആയി തീർന്നത് എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല സച്ചിയേട്ടാ. എന്തായാലും നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും ദോഷം സംഭവിക്കരുത് എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു, എനിക്കറിയാം, ഈശ്വരന്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്നവർ ഈ ലോകത്തില്ലെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഈശ്വരൻ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരുണ്ട് എന്നതിന് ഉദാഹരണമാണ് എന്റെ മുന്നിലിരിക്കുന്ന താൻ. ഞാൻ ഇന്ന് ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടിയിരുന്നു എന്ന് ആ ഗുണ്ടകളുടെ കയ്യാൽ ഞാൻ മരണപ്പെടണമെന്നതായിരുന്നു ഈശ്വര നിശ്ചയം. എന്നാൽ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് താൻ എന്റെ മുന്നിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. തന്നെ പോലെ ഒരാൾ എന്റെ മുന്നിൽ വന്നിരുന്നതുകൊണ്ട് സാധാരണ ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിനെ കാണാതില്ലെന്നറിയുമ്പോ കരഞ്ഞ് നിലവിളിച്ച് അയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം മറന്ന് എങ്ങനെയും എന്നെ കണ്ടെത്തണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടെ മുന്നിട്ടിറങ്ങി താൻ എന്നെ വന്ന് രക്ഷിച്ചത് കൊണ്ടല്ലേ ഇന്ന് ഈ കുടുംബത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചതും ഇവിടെ എല്ലാവരും ഇപ്പോൾ സമാധാനത്തോടു കൂടി ഇരിക്കുന്നതും ഇങ്ങനെയൊരു സമാധാന അന്തരീക്ഷം ഈ കുടുംബത്തുണ്ടായതും എന്ന് അർച്ചനയോട് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഞാൻ ഒരു സാധാരണ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് ഒരു സാധാരണ പെൺകുട്ടിക്ക് അവളുടെ താലി പോകുന്നു എന്നറിയുന്ന നിമിഷത്തിൽ ആ താലി കാത്തു സൂക്ഷിക്കാൻ, ആ താലി സംരക്ഷിക്കാൻ അവൾ ഏതറ്റം വരെയും പോകും. അതിനെന്ത് ചെയ്യാനും അവൾ ഇറങ്ങി പുറപ്പെടും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഞാൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്ത് മുന്നിട്ടിറങ്ങിയപ്പോ എനിക്ക് തുണയായി ഈശ്വരൻ വന്നെത്തി. പലപ്പോഴും ഞാൻ ഏതെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ അങ്ങനെ ഈശ്വരൻ എനിക്ക് തുണയായി എത്താറുണ്ട്. ഇത്തവണ അങ്ങനെ എത്തിയത് കുറെ ആളുകളാണെന്ന് മാത്രം. മുമ്പെങ്ങോ ഉണ്ടായിരുന്ന പരിചയത്തിന്റെ പുറത്ത് എന്റെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനായി എനിക്ക് കൂട്ടായി വന്ന ഗംഗ, അതുപോലെ തന്നെ ഈശ്വര കടാക്ഷമുള്ള ദീർഘദൃഷ്ടിയുള്ള പാർവതി, അതേപോലെ ആണിന്റെ കരുത്തിന് കിടപിടിക്കത്തക്ക കരുത്തുള്ള സുഭദ്ര, പിന്നെ എന്നെ ആപത്തിൽ ഞാൻ അകപ്പെട്ടു പോയപ്പോ
ആ കുഴിയിൽ വീണ് എനിക്ക് രക്ഷപ്പെടാനാകാത്ത അവസ്ഥയിൽ എന്നെ രക്ഷിക്കാനായി വന്നെത്തിയ വന്ദന, പിന്നീട് അവസാനം നമുക്കെല്ലാവർക്കും രക്ഷയായി തുണയായി വന്നെത്തിയ മൈക്കിൾ, ഇതെല്ലാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളായി എന്റെ മുന്നിൽ എത്തിയവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചേട്ടനെ രക്ഷിക്കുക എന്നത് ഈശ്വരന്റെ നിശ്ചയം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് സച്ചേട്ടനെ രക്ഷിക്കാനും നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനും നമുക്ക് സാധിച്ചത്. എന്നാലും ധനുഷിനോടൊപ്പം തന്നെ ഇന്ന് കുറ്റവാളിയായി പോകേണ്ടിയിരുന്ന, ധനുഷിന്റെ ഒപ്പം ഇതേ കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്ന മറ്റൊരാൾ ഇന്ന് നമ്മളോടൊപ്പം ഈ നെല്ലിശ്ശേരിയിൽ നമുക്കൊപ്പം ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അത് ധനുഷിന്റെ കൂടെ തന്നെ അവന്തിക എന്ന പേര് കൂടി കൃത്യമായി വരുമായിരുന്നിട്ടും അത് മനഃപൂർവ്വം ഞാൻ ആ പേര് മറച്ചു പിടിച്ചതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ കുടുംബത്തെ എല്ലാവരും പരസ്പരം തമ്മിൽ തല്ലി പിരിയാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങനെ ഒരു കാര്യം മനഃപൂർവ്വം ചെയ്തത് എന്ന് അർച്ചന സച്ചിയെ ഓർമ്മപ്പെടുത്തുന്നു. അത് കേട്ട സച്ചി അർച്ചനയോട് പറഞ്ഞു, എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഏത് ആപത്തിലും ഏത് പ്രതിസന്ധിയിലും അകപ്പെട്ടാലും എനിക്ക് എപ്പോ എന്ത് സംഭവിച്ചാലും അവിടെയെല്ലാം എനിക്ക് രക്ഷകയായി, എന്നെ രക്ഷിക്കാൻ എനിക്ക് തുണയായി എന്റെ അർച്ചന എത്തുമെന്നുള്ളതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഒരു ഭാര്യയ്ക്ക് ഈ ലോകത്ത് ഏതൊരു ഭർത്താവും നൽകുന്നതിനേക്കാൾ അപ്പുറം, ഇതിനേക്കാൾ ഉപരി എന്ത് ഒരു ബഹുമതി അവർക്ക് നൽകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ ഭാര്യയെ, എന്റെ ജീവൻ രക്ഷിക്കാനായി ഇറങ്ങി പുറപ്പെട്ട എന്റെ ഭാര്യയെ ഞാൻ എന്റെ ഈശ്വരന് തുല്യമാണ് കാണുന്നത് എന്ന് അർച്ചനയോട് ശശി പറയുന്നു.